എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായി പോകുന്നത് തിയറീസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് നോം ചോംസ്കി മുന്നോട്ട് വെച്ച തിയറി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. തിയറിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം തന്നെ നോം ചോംസ്കിയെ പറ്റിയിട്ട് പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. 20-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ലിംഗ്വിസ്റ്റാണ് നോം ചോംസ്കി. അദ്ദേഹം ഒരു സാധാരണ ലിംഗ്വിസ്റ്റ് മാത്രമല്ലായിരുന്നു, ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്, അതായത് ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നുകൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകത്തിൻ്റെ പേരാണ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. ഇനി നമുക്ക് നോം ചോംസ്കി മുന്നോട്ട് വെച്ച ആശയത്തിലേക്ക്, തിയറിയിലേക്ക് കടക്കാം. തിയറിയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, നോം ചോംസ്കി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ലാഡ് ആണ്, അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഭാഷ ആർജനത്തിനുള്ള കഴിവോടുകൂടിയാണ് ജനിക്കുന്നതെന്നും ഈ ഭാഷാർജനത്തിന് കുഞ്ഞിനെ സഹായിക്കുന്ന ഒരു ഉപകരണം കുഞ്ഞിൻ്റെ തലച്ചോറിലുണ്ടെന്നും ചോംസ്കി പറയുന്നു. ഈ ഉപകരണത്തെയാണ് ചോംസ്കി ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ ലാഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ നോം ചോംസ്കി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനവുമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള ഒരു ഈ ലാഡിനെ നമ്മളൊരു ഡിവൈസായിട്ട് തന്നെ, ഇപ്പം നമ്മളൊക്കെ കാണുന്ന ഇപ്പോഴത്തെ ഒരു ടെക്നോളജിക്കലി ആയിട്ടുള്ള ഒരു ഡിവൈസായിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കാണുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന പോലെ ഈ ലാഡിൻ്റെ കുറച്ച് പ്രത്യേകത, ലാഡിൽ ഉൾക്കൊള്ളുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചോംസ്കി വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വിശദീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അടുത്തൊരു ടേമാണ് യൂണിവേഴ്സൽ ഗ്രാമർ. യൂണിവേഴ്സൽ ഗ്രാമർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഗ്രാമർ. ഇതിലൂടെ ചോംസ്കി ഇത്രയാണ് പറഞ്ഞു വെക്കുന്നത്: ഏതൊരു വ്യക്തിയും ഏതൊരു ദേശത്ത് താമസിക്കുന്ന, ഏതൊരു കൾച്ചറിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്കെല്ലാവർക്കും പൊതുവായി ഒരു ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ചോംസ്കി പറയുന്നത്. ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾ നിലനിൽക്കുന്നുണ്ട്. ഈ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ നമ്മുടെ തലച്ചോറിലുള്ള ലാഡിൽ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ലാഡിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പം ഈ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ് ഓരോ കുഞ്ഞിനെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയെയും ഭാഷ മനസ്സിലാക്കാനും അത് പ്രയോഗിക്കാനൊക്കെ പ്രാപ്തമാക്കുന്നത്. ഈ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന സാധനം ലാഡിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ലാഡ് ഓരോ കുഞ്ഞിൻ്റെയും തലച്ചോറിൽ ഉണ്ട്, ജനിക്കുമ്പോൾ തന്നെയുണ്ട്. ഇതാണ് യൂണിവേഴ്സൽ ഗ്രാമർ. അടുത്തതായിട്ട് നമ്മളുടെ ചോംസ്കി പറയുന്ന അടുത്തൊരു ആശയമാണ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ. ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ അതിനൊരു ഉദാഹരണ സഹിതം ഞാനൊന്ന് ചെറുതായി വിശദീകരിച്ച് തരാം. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതായത്, ഞാൻ ഒരു ആശയം ഒരു വ്യക്തിയോട് പറയാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പം ഞാൻ പറയാണ്, നിങ്ങളെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള കുട്ടിയാണ് എന്ന് ഞാൻ പറയുന്നതിന് മുന്നേ എൻ്റെ തലച്ചോറിൽ ആ ആശയം, ആ പറഞ്ഞ വാചകത്തിന് മുന്നേ തന്നെ അതൊരു ആശയമായിട്ട് എൻ്റെ തലച്ചോറിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ആശയം പിന്നീട് ഞാൻ വാക്കുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ എൻ്റെ ആശയത്തെ വാചകങ്ങളിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഘടകമാണ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ. എൻ്റെ മനസ്സിലുള്ള ആശയത്തെ വാചകങ്ങളിലേക്ക് മാറ്റാനായി എന്നെ സഹായിക്കുന്ന ഘടകമാണ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ. ഇതും നമ്മുടെ ലാഡിൻ്റെ ഉള്ളിലാണ് ഉൾക്കൊള്ളുന്നതെന്നാണ് ചോംസ്കി പറയുന്നത്. ഇനി എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ആ ഒരു ആശയം ഉണ്ടല്ലോ, നിങ്ങൾ വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ് എന്ന് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ആ ആശയത്തെയാണ് ചോംസ്കി ഡീപ്പ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തെ. ഇനി ഞാൻ കുറച്ച് വാക്കുകളിലൂടെയാണ്, നിങ്ങൾ, വളരെ, നല്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വാക്കുകളുടെ കൂട്ടം ഞാൻ ഉപയോഗിച്ചല്ലോ, അതിനെയാണ് ചോംസ്കി സർഫസ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പം ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ എന്താണെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ ഭാഷയുടെ രണ്ട് ഘടനയായിട്ടുള്ള സർഫസ് സ്ട്രക്ചറിനെയും ഡീപ്പ് സ്ട്രക്ചറിനെയും പറ്റിയും കൂടി നമ്മുടെ ചോംസ്കി പറഞ്ഞു വെക്കുന്നുണ്ട്. അത്രയും കാരണത്തോട് കൂടിയിട്ട് നമ്മുടെ ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ കഴിഞ്ഞു. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു ടേമാണ് ജനറേറ്റീവ് ഗ്രാമർ. ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുക, അതായത് ഒരു പ്രത്യേക ആശയം പറയാനായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ എന്നല്ല, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സെൻറ്റൻസസ് ഉണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന വാചകം ഞാൻ പറയുമ്പോൾ എനിക്ക് ഞാൻ കഴിച്ചു, ഭക്ഷണം ഞാൻ കഴിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം ഞാൻ കഴിച്ചു, കഴിച്ചു ഞാൻ ഭക്ഷണം, എങ്ങനെ
പലതരത്തിലുള്ള സെൻറ്റൻസുകളിലൂടെ ഒരേ ആശയം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരേ ആശയത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിലധികം സെറ്റ് ഓഫ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഒന്നിലധികം വാചകങ്ങൾ ഉണ്ടാക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഘടകമാണ് ജനറേറ്റീവ് ഗ്രാമർ. ഈ ജനറേറ്റീവ് ഗ്രാമർ എന്ന ആശയവും ലാഡിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഭാഷയെ ശരിയായ രീതിയിൽ പ്രയോഗിക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് നമ്മുടെ നോം ചോംസ്കി പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ചോംസ്കിയുടെ തിയറിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ചോംസ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് തിയറിയെ ലാംഗ്വേജ് അക്വിസിഷൻ തിയറി, അതുപോലെ നേറ്റിവിസ്റ്റ് തിയറി, ഡീപ്പ് സ്ട്രക്ചറൽ തിയറി, ലിംഗ്വിസ്റ്റിക് തിയറി എന്നിങ്ങനെയുള്ള പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോംസ്കിയെ പറ്റിയിട്ട് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ലെവ് വൈഗോട്സ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് തിയറി. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം മാക്സിയൻ ഫിലോസഫർ, സോവിയറ്റ് സൈക്കോളജിസ്റ്റ് എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് തോട്ട് ആൻഡ് ലാംഗ്വേജ്. തൊട്ട് മുന്നേ നോം ചോംസ്കിയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. ഇവ തമ്മിൽ തെറ്റിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നോം ചോംസ്കിയുടെ പുസ്തകത്തിൻ്റെ പേര് ലാംഗ്വേജ് ആണ് തുടങ്ങുന്നത്, ലാംഗ്വേജ് ആൻഡ് മൈൻഡാണ്. വൈഗോട്സ്കിയുടെ തിയറിയുടെ പേര് തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്നാണ്. ഇവരുടെ ഇവരുടെ പുസ്തകങ്ങളുടെ പേരുകൾ തമ്മിൽ സാമ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ നോം ചോംസ്കിയുടെ തിയറിയേക്കാൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് വൈഗോട്സ്കിയുടെ തിയറിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. നോം ചോംസ്കി പറഞ്ഞു വെക്കുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജന്മനാലെ തന്നെ ഭാഷ ആർജിക്കാനുള്ള കഴിവോട് കൂടിയിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്നാണെങ്കിൽ, ലെവ് വൈഗോട്സ്കി പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഭാഷ ആർജനത്തിനുള്ള കഴിവ് നേടുന്നില്ലെന്നും മറിച്ച് സമൂഹവുമായിട്ടുള്ള നിരന്തരമായ ഇടപെടലിലൂടെയാണ് കുഞ്ഞ് ഭാഷ ആർജിക്കാനായിട്ട് ആരംഭിക്കുന്നത് എന്നുമാണ് ലെവ് വൈഗോട്സ്കിയുടെ തിയറിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട തത്വം. ഇനി അദ്ദേഹത്തിൻ്റെ തിയറിയിലേക്ക് കൂടുതലായിട്ട് കടക്കുമ്പോൾ വൈഗോട്സ്കിയുടെ തിയറിയുടെ കുറച്ച് പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അതായത് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഊഹാപോഹങ്ങളാണ്, നമുക്ക് ഉറപ്പായിട്ടും അത് തന്നെയാണെന്ന് പറയാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള പോസ്റ്റുലേറ്റ്സ് ആണ്. വൈഗോട്സ്കിയുടെ കുറച്ച് പോസ്റ്റുലേറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ആണ് ലാംഗ്വേജ് ഈസ് എ ടൂൾ ഫോർ തോട്ട്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിന്തയുടെ ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് അറിയാം അല്ലേ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യങ്ങളെ ആശയവിനിമയം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ലാംഗ്വേജ് അഥവാ ഭാഷ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഈസ് എ ടൂൾ ഫോർ തോട്ട് എന്ന് പറയുന്ന അതാണ് നമ്മുടെ വൈഗോട്സ്കി മുന്നോട്ട് വെച്ച ആദ്യത്തെ ആശയം. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് ഇതാണ്, ലാംഗ്വേജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. ഭാഷ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെ, സമൂഹവുമായിട്ടുള്ള നിരന്തരമായ ഇടപെടലിലൂടെ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നതാണ് എന്നാണ് അടുത്തതായിട്ട് നമ്മുടെ വൈഗോട്സ്കി മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് തോട്ട് ആൻഡ് ലാംഗ്വേജ്. അതായത് ഭാഷയും ചിന്തയും ഒരേ സമയം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നുകൊണ്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭാഷ, നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു വാചകം പറയുമ്പോൾ ആ വാചകം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചിന്തിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ കുറച്ച് വാക്കുകൾ കേൾക്കുമ്പോൾ ആ കേട്ട കാര്യങ്ങൾ, ആ വാക്കുകളെ നമ്മൾ ചിന്തയിലൂടെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വൈഗോട്സ്കിയുടെ തിയറിയിലും പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ചോംസ്കിയുടെ തിയറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെയാണ് ഭാഷാ ആർജനം കുഞ്ഞിൽ നടക്കുന്നത് എന്നാണ് ലെവ് വൈഗോട്സ്കി പറഞ്ഞു വെക്കുന്നത്. ചോംസ്കിയുടെ തിയറിയിൽ ജനിക്കുമ്പോഴേ കുട്ടി ഭാഷാർജനത്തിനുള്ള കഴിവ് നേടുന്നുണ്ടെന്ന് പറയുന്നതിന് നേരെ എതിരാണ് വൈഗോട്സ്കിയുടെ തിയറി. ഇനി വൈഗോട്സ്കി സ്റ്റേജസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന പേരിൽ 4 സ്റ്റേജുകൾ പറയുന്നുണ്ട്.
ഒരു കുട്ടിയുടെ ഭാഷ അതുപോലെ തന്നെ ചിന്ത വളർച്ചയുടെ 4 ഘടകങ്ങൾ. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് പ്രിമിറ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒന്നാമത്തെ സ്റ്റേജാണ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഒക്കെ ഏറ്റവും ആദ്യ ഘട്ടത്തിലാണ് പ്രിമിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് കുട്ടി ജനിച്ച് വളർന്ന ആ ഒരു തുടങ്ങുന്ന സമയത്ത് കുട്ടിക്ക് സംസാരിക്കുന്ന അതിൽ ഭാഷ അറിയില്ല. ആ സമയത്ത് കുട്ടി എന്താ ചെയ്യുന്നുണ്ടാവുക, ഏറ്റവും കൂടുതൽ കരയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതെ, അപ്പം കരച്ചിൽ തന്നെയാണ് ക്രൈയിങ്, കൂയിങ്, ബാബിൾസ്, ഇതൊക്കെ അതുപോലെ കുറേ തോട്ടി സൗണ്ട്സ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിമിറ്റീവ് സ്റ്റേജിൽ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ സ്റ്റേജാണ് നൈവ് സൈക്കോളജിക്കൽ സ്റ്റേജ്. നൈവ് സൈക്കോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കുട്ടി വളർന്നു, ഒരു 2 വയസ്സൊക്കെ ആയി തുടങ്ങി, കുട്ടി ചെറുതായി സംസാരിച്ചു എന്ന് നമ്മൾ പറയപ്പെടുന്ന ആ ഒരു പ്രായത്തിലൊക്കെ എത്തി. ആ സമയത്ത് കുട്ടി ആ സമയത്തൊക്കെ എത്തുമ്പം അട്ടറിങ് വേർഡ്സ് വിത്തൗട്ട് നോയിങ്, അർത്ഥം മനസ്സിലാക്കാതെ കുട്ടി എന്തൊക്കെയോ ഉച്ചരിക്കാനായിട്ട് തുടങ്ങുന്നു. നൈവ് സൈക്കോളജിക്കൽ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് ഈഗോ സെൻട്രിക് സ്പീച്ച് സ്റ്റേജ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഗ്രോത്ത് സ്റ്റേജ്. ഈ സാഹചര്യത്തിൽ ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജിലെത്തുമ്പം കുട്ടി എക്സ്റ്റേണൽ ഒബ്ജക്റ്റുകളെ സഹായത്തോട് കൂടിയിട്ട് സ്വന്തം ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്വന്തം ആശയങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ തുടങ്ങുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ഈഗോ സെൻട്രിക് സ്പീച്ച് സ്റ്റേജിലുള്ള കുട്ടി സ്വയമായിട്ട് സംസാരിക്കാൻ, നമുക്കറിയില്ല ഈഗോ സെൻട്രിക് സ്പീച്ച് എന്ന് പറയുമ്പോൾ സ്വയം സംസാരിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ കുട്ടി സ്വന്തം ഒരു കൈ എണ്ണുമ്പോൾ സ്വന്തം കൈവിരൽ 1, 2 അങ്ങനെ കൈവിരലുകളുടെ സഹായത്തോട് കൂടിയിട്ട് എണ്ണം പിടിക്കുന്നതായിട്ട് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഇത്. അങ്ങനെ ചെയ്യാൻ ആ ഒരു പ്രായത്തെയാണ് നമ്മൾ ഈഗോ സെൻട്രിക് സ്പീച്ച് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ പ്രായത്തിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കുട്ടി ഭാഷ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനൊക്കെ തുടങ്ങുന്ന കാലഘട്ടമാണിത്. അവസാനത്തെ സ്റ്റേജാണ് ഇൻഗ്രോത്ത് സ്റ്റേജ്. നമ്മുടെ ഭാഷ ഡെവലപ്മെൻറ്റ് ഒരുവിധം പൂർണ്ണമായി കഴിഞ്ഞ ഒരു സ്റ്റേജാണ് ഇൻഗ്രോത്ത് സ്റ്റേജ്. ആ സമയത്ത് എന്തായിരിക്കും, കുട്ടി കാര്യങ്ങൾ ഇൻറ്റേർണലൈസ് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് യുക്തിപരമായി റേഷണൽ തിങ്കിങ് ആരംഭിക്കുന്ന സമയമാണ് ഈ ഇൻഗ്രോത്ത് സ്റ്റേജിൽ. റേഷണലായിട്ട് കുട്ടി കാര്യങ്ങളെ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു. ഇത്രയും കാര്യങ്ങളാണ്, ഈ 4 സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് തോട്ടിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ആയിട്ട് നമ്മുടെ വൈഗോട്സ്കി പറഞ്ഞു വയ്ക്കുന്നത്. തിയറീസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിലെ മൂന്നാമത്തെ തിയറിയാണ് ജീൻ പിയാഷെ മുന്നോട്ട് വെച്ച ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് തിയറി. ജീൻ പിയാഷയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വിസ് സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം ഈ ശിശുഭാഷയെ പറ്റിയിട്ട് ധാരാളം പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളിലെ ഭാഷ ആർജനം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളിലൂടെയാണ്. അതിലൊന്നാമത്തെ ഘട്ടമാണ് ഈഗോ സെൻട്രിക് സ്പീച്ച് സ്റ്റേജ് അല്ലെങ്കിൽ ആത്മനിഷ്ഠ ഘട്ടം അല്ലെങ്കിൽ ഈഗോ സെൻട്രിക് സ്പീച്ച് സ്റ്റേജ്. ഈ സ്റ്റേജിൽ ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾ തന്നോട് തന്നെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ കളിക്കുമ്പോഴൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് കളിച്ച് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ സംസാരിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് കുട്ടികൾ പ്രത്യേകിച്ച് അർത്ഥമുള്ള വാക്കുകൾ തന്നെ ആവണമെന്നില്ല, അർത്ഥമില്ലാത്ത വാക്കുകളൊക്കെ ആയിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറയുകയും സ്വയം സംതൃപ്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു ഘട്ടത്തെയാണ് ഈഗോ സെൻട്രിക് സ്പീച്ച് സ്റ്റേജ് എന്ന് ജീൻ പിയാഷെ വിളിക്കുന്നത്. ഇതാണ് ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ആദ്യത്തെ സ്റ്റേജ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കുട്ടികളുടെ. രണ്ടാമത്തെ ഘട്ടമാണ് സോഷ്യലൈസ്ഡ് സ്പീച്ച്. അതായത് കുട്ടികൾ സ്വന്തം മാതാപിതാക്കളോട്, സമൂഹത്തിലുള്ള മറ്റാളുകളോട് ഒക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന ഘട്ടമാണ് സോഷ്യലൈസ്ഡ് സ്പീച്ച്. ഇത് കുറച്ചും കൂടി കുട്ടി മുതിർന്നു, കുറച്ചും കൂടി യുക്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുട്ടി സ്വയം സംസാരിക്കാനായിട്ട് തുടങ്ങുന്ന ഘട്ടമാണ് സാമൂഹിക അധിഷ്ഠിത ഘട്ടം എന്നുകൂടി അറിയപ്പെടുന്ന സോഷ്യലൈസ്ഡ് സ്പീച്ച് സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ 2 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതെന്നാണ് ജീൻ പിയാഷെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തിയറീസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ നോം ചോംസ്കിയുടെ തിയറി അതുപോലെ വൈഗോട്സ്കിയുടെ തിയറിയും കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ആ ഭാഗത്തു നിന്ന് കുറച്ച് കൂടുതലായിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം കുറച്ച് ചോദ്യങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.